മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 101 പവൻ എടുക്കണം പറഞ്ഞിട്ടാണ് മഞ്ജുവും മേഘനാഥനും കൂടി ജ്വല്ലറിയിലേക്ക് പോയത്. പക്ഷേ അവർ അപമാനിച്ച് വിട്ട പോലെയാണ് അവർ തിരിച്ചു വന്നത്. ആ തിരിച്ചു വരവോട് കൂടിയിട്ട് മേഘനാഥനും വിചാരിക്കുകയാണ്, ഇനിയിപ്പോൾ ഇവളെ കെട്ടിയിട്ട് ഇപ്പം എന്താ കാര്യം, ഒരു കാര്യവും ഉണ്ടാവില്ലല്ലോ, ഒരു തരി സ്വർണം പോലും കിട്ടില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞ് മേഘനാഥൻ ഇങ്ങനെ വിഷമത്തോട് നിൽക്കണം കേട്ടോ. അത് കാണുമ്പോൾ കരുണ വിചാരിക്കുകയാണ്, എന്തായാലും ശരി, ഇപ്പോഴാണ് എനിക്ക് കളിക്കാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞ് കരുണ കുറേ സ്വർണം കൊണ്ടുവരികയാണ് കേട്ടോ. പലതരം നെക്ലസ്സുകളും മാലകളും എല്ലാം കൊണ്ടുവരികയാണ്. ഇത് എനിക്ക് ശ്രീധരൻ തന്ന സാധനമാണ്, ഇത് ഉണ്ണിയേട്ടൻ ഇന്ന് വരെ എന്നോട് ചോദിച്ചിട്ടില്ല, അത് നീ എടുത്തോ, നിനക്ക് മാത്രമുള്ളതാണ്, എനിക്ക് അങ്ങനെ സ്വർണ്ണമൊന്നും വേണ്ട എന്നിങ്ങനെ പറയണം കേട്ടോ. മഞ്ജുവിനെ വിശ്വസിക്കാനേ കഴിയണില്ല കേട്ടോ. ഓരോ ആഭരണം എടുത്ത് മഞ്ജുവിനെ കരുണ അങ്ങനെ അണിയിക്കുകയാണ് കേട്ടോ. ഇതെന്ത് ഭംഗിയാണ്, നന്നായിട്ടുണ്ട്, ഇത് നിനക്ക് നല്ല ചേർച്ചയുണ്ട്, ഇത് നീ എടുത്തോ, എനിക്കിതിന് വേണ്ട, ഇത് കാരണം കൊണ്ട് നിൻ്റെ കല്യാണം ഒരിക്കലും മുടങ്ങരുത്, നിൻ്റെ കല്യാണം കഴിയണമെന്നുള്ളത് എൻ്റെയും കൂടെ വാശിയാണ്, അതുകൊണ്ട് എന്തായാലും ശരി ഇത് മുഴുവനും നീ എടുത്തോ, ഇതിലൊരു 150 പവനോളം ഉണ്ടാകും, പക്ഷെ നീ ഇതെടുത്തോ, എനിക്ക് വിശ്വസിക്കാനേ കഴിയണില്ലല്ലോ എന്നിങ്ങനെ മഞ്ജു പറയണം കേട്ടോ കരുണയോട്. നീ വിശ്വസിച്ചേ തീരുള്ളൂ എന്നിങ്ങനെ പറയണം, നീ ഇതെടുത്തോ, ഇത് കാരണം കൊണ്ട് കല്യാണം മുടങ്ങരുത് എന്ന് പറയണം. അതേസമയം ഇത് മുക്കുപണ്ടമാണോ എന്തോ എന്നുള്ളത് അറിയില്ല, അത് പിന്നീടേ നമുക്കറിയുള്ളൂ. മേഘനാഥം കൊണ്ടേ പണയം വെക്കാൻ പോകുമ്പോഴാണല്ലോ മുക്കുപണ്ടമാണോ അല്ലയോ എന്നുള്ളത്, അല്ലാതെ ഇത്ര സ്നേഹത്തോട് കൂടിയിട്ട് കരുണ ഒരിക്കലും കൊടുക്കില്ല. അതേസമയം കരുണ വിചാരിക്കുന്നുണ്ട്, കണ്ണൻ പോയി കഴിഞ്ഞാൽ അവിടുത്തെ കംപ്ലീറ്റ് സ്വത്തും കരുണയ്ക്കുള്ളതാണല്ലോ, ഉണ്ണിയുടെ കയ്യിൽ വന്നു ചേരുമ്പോൾ അത് കരുണയ്ക്കാണല്ലോ വന്നു ചേരുക എന്ന് കരുണ സ്വപ്നം കാണുന്നുണ്ട്. അതേസമയം തന്നെ കാറ് പുറത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. മഹിയും കണ്ണനും കൂടി വരികയാണ്. അത് കാണുമ്പോൾ ഇവർ ഓരോരുത്തരും വരിവരിയായിട്ട് വരികയാണ് കേട്ടോ. കണ്ണനെ കാണുമ്പോൾ ഒരു തരം ചിരിയൊക്കെ വരുത്തുന്നുണ്ട് മുഖത്ത്, പക്ഷേ കണ്ണൻ നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ചിരിക്കുകയാണ് കേട്ടോ. അതേസമയം ദുർഗ ചോദിക്കുകയാണ്, എന്താടാ മോനെ പോയിട്ട് എന്തായി, എന്തെങ്കിലും ഫലം കിട്ടിയോ, ഇവളല്ലേ പറഞ്ഞത് അവിടെ പോയി കഴിഞ്ഞ് നിനക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞത്, എന്നിട്ട് എന്തായി 5 ദിവസം കിടന്നിട്ട് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ കണ്ണൻ അങ്ങനെ കുഴപ്പമില്ല എന്നിങ്ങനെ കണ്ണൻ പറയുന്നുണ്ട്. പിന്നെയും കരുണ പറയുന്നുണ്ട്, എന്നിട്ടാണോ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടാണോ ഇപ്പോഴും വീൽ ചെയറിൽ ഇരിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ് കരുണ ഒരു തരം വഷളാക്കുകയാണ് കേട്ടോ കണ്ണനെ. അത് കേൾക്കുമ്പോഴേക്കും കണ്ണൻ അങ്ങനെ ദേഷ്യം വരികയാണ്. കണ്ണൻ അങ്ങനെ കാലിന്ന് ചെരുപ്പ് രണ്ടും ഇങ്ങനെ ഊരി തെറിപ്പിക്കുകയാണ് കേട്ടോ. അതേസമയം ഊരി തെറിപ്പിച്ചതിന് ശേഷം കാൽവിരലുകൾ ഇങ്ങനെ ഇളക്കി കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പം വിശ്വാസമായില്ലേ, നിങ്ങൾക്ക് തോമസ് വൈദ്യരെ വെറുതെ അല്ല പറഞ്ഞത്, അങ്ങേര് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യമാണ് എന്ന് പറയണം കേട്ടോ. അത് കാണുമ്പോൾ കരുണയും ദുർഗയും മഞ്ജും അങ്ങനെ കരുണയ്ക്ക് അങ്ങനെ ഭൂമി വളർന്നു പോയാൽ മതി എന്നുണ്ട്. അവരെന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിൽക്കുക കേട്ടോ. ഇങ്ങനൊരവസ്ഥ ഒരിക്കലും അവർ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേസമയം മഹാലക്ഷ്മിക്ക് കണ്ണൻ്റെ ഈ മാസ എൻട്രി ഭയങ്കരമായിട്ട് സന്തോഷവും കേട്ടോ. തൻ്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് മഹാലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷത്തോടെ കൂടി നിൽക്കുകയാണ്. പക്ഷേ ബാക്കിയുള്ള ഓരോരുത്തരും എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ ഒരിക്കലും ഇതൊരു പ്രതീക്ഷ അവർക്കില്ല. അങ്ങനെയാണല്ലോ അവർ കരുതിയിരുന്നത്, മരിച്ചു വരുന്നതാണ് കരുതിയിരുന്നത്, പക്ഷേ മരണത്തിനേക്കാളും ഭയാനകമായി ഈ കാഴ്ച എന്നിങ്ങനെ അവർ ഓരോരുത്തരും വിചാരിക്കണം കേട്ടോ. അതേസമയം കരുണ എല്ലാ കാര്യങ്ങളും മുത്തശ്ശിയോട് പറയണം കേട്ടോ. മുത്തശ്ശി ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നിങ്ങനെ പറയണം. മുത്തശ്ശി അത് കേട്ടത് ഒരു ഷോക്കാകെ പോവുകയാണ്. എടാ പ്രതാപ, നീ ഇങ്ങ് വന്നേ, നീ അറിഞ്ഞോ കാര്യം എന്നിങ്ങനെ ചോദിച്ചിട്ട് മുത്തശ്ശി പ്രതാപനോട് ഇങ്ങനെ പറയണം.